ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു ബയോളജി ക്ലാസ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫ്ലോറൽ പാർട്സ് ആയ കാലിക്സിനെ കുറിച്ചും കൊറോളയെ കുറിച്ചും പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത രണ്ട് വേർഡ്സിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. ദേ ആർ ആൻഡ്രീഷ്യം ആൻഡ് ഗൈനീഷ്യം. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ആൻഡ്രീഷ്യത്തിനെ കുറിച്ച് നോക്കാം. ആൻഡ്രീഷ്യം ഈസ് ദ മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് ഓഫ് എ ഫ്ലവർ. അപ്പോൾ ഒരു ഫ്ലവറിലുള്ള മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടാണ് ആൻഡ്രീഷ്യം. The andrecium is composed of stamens. അപ്പോൾ സ്റ്റേമൻസ് ചേർന്നാണ് ആൻഡ്രീഷ്യം ഉണ്ടായിരിക്കുന്നത്. ആൻഡ്രീഷ്യം ഈസ് ദ തേർഡ് ഫ്ലോറൽ വേൾ ഓഫ് എ ഫ്ലവർ. അപ്പോൾ ഒരു ടിപ്പിക്കൽ ഫ്ലവറിൽ മൂന്നാമത്തെ ഫ്ലോറൽ വേൾ ആണ് ആൻഡ്രീഷ്യം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു സ്റ്റേമൻസ് ചേർന്നാണ് ആൻഡ്രീഷ്യം ഉണ്ടായിരിക്കുന്നത്. ഈച്ച് സ്റ്റേമൻ കൺസിസ്റ്റ് ഓഫ് ടു പാർട്സ്. ദേ ആർ ഫിലമെന്റ് ആൻഡ് ആന്തർ. അപ്പോൾ ഓരോ സ്റ്റേമിനും രണ്ട് ഭാഗങ്ങളാണ് ഉള്ളത്. ഒന്ന് അതിന്റെ ഫിലമെന്റ് അല്ലെങ്കിൽ സ്റ്റോക്ക് അല്ലെ, രണ്ടാമത്തെ ഭാഗം ആന്തറാണ്. ആന്തർ ഈ ഫിലമെന്റിന്റെ അഗ്രഭാഗത്തായിട്ടാണ് കാണപ്പെടുന്നത്. ദ ആന്തർ ഈസ് യൂഷ്വലി ബൈലോബ്ഡ്. അപ്പോൾ ആന്തറിന് രണ്ട് ലോബ്സ് സാധാരണയായിട്ട് കാണും. അപ്പോൾ ഇവിടെ സ്റ്റേമിന്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്. ഈ കാണിച്ചിരിക്കുന്ന ഭാഗമാണ് അതിന്റെ ഫിലമെന്റ് അല്ലെങ്കിൽ സ്റ്റോക്ക് അല്ലെ. ഇതിന്റെ ടിപ്പിലായിട്ട് എന്ത് കാണാം? ആന്തർ കാണാം. ആന്തറ ബൈലോബ്ഡ് ആണ്. ഈ ആന്തറിന് ഉള്ളിലാണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? പൊള്ളൻ ഗ്രെയിൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈച്ച് ലോബ് ഓഫ് ദ ആന്തർ കൺസിസ്റ്റ് ഓഫ് ടു ചാമ്പേഴ്സ് കോൾഡ് പൊള്ളൻ സാക്സ്. ആന്തറിന് രണ്ട് ലോബുകളാണ് ഉള്ളത് എന്ന് പറഞ്ഞു. ഓരോ ലോബിലും രണ്ട് അറകൾ കാണാം. ഈ അറകൾക്ക് പറയുന്ന പേരാണ് പൊള്ളൻ സാക്ക്. The pollen grains are produced inside the pollen sacs. ഈ പൊള്ളൻ സാക്സിന് ഉള്ളിലാണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? പൊള്ളൻ ഗ്രെയിൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. In some plants the flowers contain sterile stamen. The sterile stamen is called staminode. അപ്പോൾ സ്റ്റെറൈൽ സ്റ്റേമിന് പറയുന്ന പേരാണ് സ്റ്റേമിനോഡ്. അപ്പോൾ സ്റ്റെറൈൽ സ്റ്റേമിനിൽ പൊള്ളൻ ഗ്രെയിൻസ് പ്രൊഡ്യൂസ് ചെയ്യില്ല. അത് ഫെർട്ടൈൽ അല്ല എന്നർത്ഥം. In some flowers, the stamens are attached to the corolla or perianth. അപ്പോൾ ചില പ്ലാന്റ്സിന്റെ ഫ്ലവേഴ്സിൽ സ്റ്റേമൻസ് ഒന്നുകിൽ കൊറോളയിൽ അറ്റാച്ച് ചെയ്തിരിക്കും, അല്ലെങ്കിൽ പെരിയാന്തിൽ അറ്റാച്ച് ചെയ്തിരിക്കും. ഈ അറ്റാച്ച് ചെയ്തിരിക്കുന്ന സ്റ്റേമൻസിന് പറയുന്ന പേരാണ് എപ്പിപെറ്റാലസ് സ്റ്റേമൻ അല്ലെങ്കിൽ എപ്പിഫില്ലസ് സ്റ്റേമൻ. അപ്പോൾ എന്താണ് എപ്പിപെറ്റാലസ് സ്റ്റേമൻ? If the stamens are attached to the corolla, the stamens are called epipetalous. അപ്പോൾ കൊറോളയിലാണ് സ്റ്റേമൻസ് അറ്റാച്ച് ചെയ്തിരിക്കുന്നതെങ്കിൽ ഇതിനെ എപ്പിപെറ്റാലസ് സ്റ്റേമൻ എന്ന് പറയും. ഇതിന് എക്സാമ്പിൾ ആണ് ബ്രിഞ്ചാൾ അല്ലേ. വഴുതനയുടെ ഫ്ലവർ നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഈ സ്റ്റേമൻസ് കൊറോളയിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് കാണാം. If the stamens are attached to the perianth, the condition is called epiphillus. അപ്പോൾ പെരിയാന്തിലാണ് സ്റ്റേമൻസ് അറ്റാച്ച് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതിനെ എപ്പിഫില്ലസ് എന്ന് പറയും. ഇറ്റ് ഈസ് ഫൗണ്ട് ഇൻ ലില്ലി. അപ്പോൾ ലില്ലി ഫ്ലവറിൽ ഇത്തരത്തിൽ പെരിയാന്തിന്റെ മേലെയാണ് എന്ത് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്? സ്റ്റേമൻസ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒന്നുകിൽ കൊറോളയുടെ മേലെ നിന്ന് സ്റ്റേമൻസ് അല്ലേ ഒറിജിനേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ പെരിയാന്തിന്റെ മേലെ നിന്ന് സ്റ്റേമൻസ് ഒറിജിനേറ്റ് ചെയ്യാം. ഇതാണ് എപ്പിപെറ്റാലസ് കണ്ടീഷനും അതുപോലെ തന്നെ എപ്പിഫില്ലസ് കണ്ടീഷനും. The stamens may be free or united. അപ്പോൾ സ്റ്റേമൻസ് ചില പ്ലാന്റ്സിന്റെ ഫ്ലവേഴ്സിൽ ഫ്രീ ആയിട്ട് കാണും, അല്ലെങ്കിൽ യുണൈറ്റഡ് ആയിട്ടായിരിക്കും മറ്റ് ചില ഫ്ലവേഴ്സിൽ കാണുന്നത്. If the stamens are free, the condition is called polyandrous. അപ്പോൾ സ്റ്റേമൻസ് ഫ്രീ ആയിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതിനെ പോളിയാൻഡ്രസ് സ്റ്റേമൻസ് എന്ന് പറയും. ഇത് റോസിലൊക്കെ നമുക്ക് കാണാം. When all the stamens unite in one bundle by the fusion of their filaments is called a monadelphous. അപ്പോൾ എല്ലാ സ്റ്റേമൻസിന്റെയും ഫിലമെന്റ്സ് ഫ്യൂസ് ചെയ്ത് ഒരൊറ്റ ബണ്ടിലായിട്ട് കാണുന്നുവെങ്കിൽ ഇതിനെ മൊണാഡൽഫസ് എന്നാണ് പറയുന്നത്. This monadelphous stamen is present in hibiscus. അപ്പോൾ ചെമ്പരത്തിയിലെ സ്റ്റേമൻസിന്റെ ഫിലമെന്റ്സ് എല്ലാം കൂടി ഫ്യൂസ് ചെയ്ത് ഒരൊറ്റ ബണ്ടിലായിട്ട് കാണും. ഇത് മൊണാഡൽഫസ് സ്റ്റേമന് എക്സാമ്പിൾ ആണ്. അപ്പോൾ ഇവിടെ ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട്. In some flowers the stamens unite into two bundles. This condition is called diadelphous. അപ്പോൾ ചില പ്ലാന്റ്സിലെ ഫ്ലവേഴ്സിൽ സ്റ്റേമൻസ് യുണൈറ്റ് ചെയ്ത് രണ്ട് ബണ്ടിലായിട്ട് കാണും. ഈ കണ്ടീഷന് പറയുന്ന പേരാണ് ഡയാഡൽഫസ് കണ്ടീഷൻ. ഇത് നമുക്ക് പി ഫ്ലവറിൽ കാണാം. പി ഫ്ലവറിന്റെ ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പി ഫ്ലവറിൽ 9 സ്റ്റേമൻസ് ഒരു ബണ്ടിലായിട്ടും ഒരു സ്റ്റേമൻ വേറെയായിട്ടും കാണാം. ഇങ്ങനെ രണ്ട് ബണ്ടിലായിട്ട് പി ഫ്ലവറിൽ സ്റ്റേമൻസ് കാണാം. ഇത് ഡയാഡൽഫസ് സ്റ്റേമൻ ആണ്.
In some other flowers, the stamens are united into more than two bundles. This condition is called a polyadelphous. അപ്പോൾ ചില പ്ലാന്റ്സിന്റെ ഫ്ലവേഴ്സിൽ സ്റ്റേമൻസ് യുണൈറ്റ് ചെയ്ത് രണ്ട് ബണ്ടിലും കൂടുതലായിട്ട് കാണും. ഈ കണ്ടീഷനെ പറയുന്ന പേരാണ് പോളിയാഡെൽഫസ്. അപ്പോൾ പോളിയാഡെൽഫസ് സ്റ്റേമൻസ് നമുക്ക് സിട്രസ് ഫ്ലവറിൽ കാണും. സിട്രസ് ഫ്ലവറിന്റെ ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഫ്ലവറിൽ നമ്മൾ നോക്കിയാൽ സ്റ്റേമൻസ് രണ്ട് ബണ്ടിലും കൂടുതലായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത് കാണും. In some flowers, the variation in the length of filaments may be found within a flower. അപ്പോൾ ചില പ്ലാന്റ്സിന്റെ ഫ്ലവേഴ്സിലുള്ള സ്റ്റേമിന്റെ ഫിലമെന്റിന് വ്യത്യസ്ത ലെങ്ത് ആയിരിക്കും. അപ്പോൾ ഈ ഫ്ലവേഴ്സിൽ ചില സ്റ്റേമൻസിന്റെ ഫിലമെന്റ് നീളം കൂടിയതായിരിക്കും, മറ്റ് ചില സ്റ്റേമൻസിന്റെ ഫിലമെന്റ് നീളം കുറഞ്ഞതായിരിക്കും. ഇങ്ങനെ വ്യത്യസ്ത ലെങ്ത്തിലെ സ്റ്റേമൻസ് കാണും. ഇത്തരത്തിലുള്ള ഫ്ലവേഴ്സിന് എക്സാമ്പിൾ ആണ് സാൽവിയ, മസ്റ്റാർഡ് തുടങ്ങിയവ. അവിടെ സാൽവിയ ഫ്ലവേഴ്സിലും അതുപോലെ തന്നെ മസ്റ്റാർഡ് ഫ്ലവേഴ്സിലും നമുക്ക് ഇത്തരത്തിലുള്ള സ്റ്റേമൻസ് കാണും. അവിടെ ആൻട്രീഷ്യത്തിനെ കുറിച്ച് നമുക്ക് ഇത്രയുമാണ് പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ 3 ഫ്ലോറൽ വേർഡ്സിനെ കുറിച്ചും പഠിച്ചു കഴിഞ്ഞു. കാലിക്സിനെ കുറിച്ച് പഠിച്ചു, അതുപോലെ തന്നെ കൊറോള, ആൻട്രീഷ്യം എന്നിവയെ കുറിച്ചും പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് 4ാമത്തെ ഫ്ലോറൽ വേളായ ഗൈനീഷ്യത്തിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ഗൈനീഷ്യത്തിനെ കുറിച്ച് നോക്കാം. ഗൈനീഷ്യം ഈസ് ദ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് ഓഫ് എ ഫ്ലവർ. അപ്പോൾ ഒരു ഫ്ലവറിലുള്ള ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടാണ് ഗൈനീഷ്യം. അപ്പോൾ ആൻട്രീഷ്യം നമ്മൾ പറഞ്ഞു, അത് മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടാണ്. ദ ഗൈനീഷ്യം ഈസ് മെയ്ഡ് അപ്പ് ഓഫ് 1 or more കാർപ്പൽസ്. അപ്പോൾ കാർപ്പൽസ് ചേർന്നിട്ടാണ് എന്ത് ഉണ്ടായിരിക്കുന്നത്? ഗൈനീഷ്യം ഉണ്ടായിരിക്കുന്നത്. ഇതിനെ പിസ്റ്റിൽ എന്നും പറയാറുണ്ട്. അപ്പോൾ ഈ ഫ്ലവറിലെ ഗൈനീഷ്യം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്ലവറിലെ ഏറ്റവും ഇന്നർമോസ്റ്റ് വേളാണ് ഗൈനീഷ്യം. അപ്പോൾ നമ്മൾ പറഞ്ഞു കാർപ്പൽ ചേർന്നാണ് ഗൈനീഷ്യം ഉണ്ടായിരിക്കുന്നത്. എ കാർപ്പൽ കൺസിസ്റ്റ് ഓഫ് 3 പാർട്സ്. ദേ ആർ ഓവറി, സ്റ്റൈൽ ആൻഡ് സ്റ്റിഗ്മ. അപ്പോൾ ഒരു കാർപ്പലിന് അല്ലെങ്കിൽ പിസ്റ്റിലിന് 3 ഭാഗങ്ങളാണ് ഉള്ളത്. അത് ഏതൊക്കെയാണ്? ഒന്ന് ഓവറിയാണ്, രണ്ടാമത്തത് സ്റ്റൈലാണ്, മൂന്നാമത്തത് സ്റ്റിഗ്മയാണ്. അപ്പോൾ ഇവിടെ ചിത്രത്തിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കാർപ്പലിന്റെ അല്ലെങ്കിൽ പിസ്റ്റിലിന്റെ ബേസൽ പാർട്ടാണ്, എക്സ്പാൻഡഡ് ആയിട്ടുള്ള ബേസൽ പാർട്ടാണ് ഓവറി. ഇനി ഈ കാർപ്പലിന്റെ എലോങ്ങേറ്റഡ് ആയിട്ടുള്ള സ്ലെൻഡർ പാർട്ടാണ് എന്താ? സ്റ്റൈൽ എന്ന് പറയുന്ന ഭാഗം. ഇനി ഇതിന്റെ ടെർമിനൽ ആയിട്ടുള്ള അല്പം എക്സ്പാൻഡ് ചെയ്തിരിക്കുന്ന ഭാഗമാണ് ഏതാ? സ്റ്റിഗ്മ എന്ന് പറയുന്ന ഭാഗം. അപ്പൊ പോളിനേഷൻ നടന്നു കഴിഞ്ഞാൽ പൊള്ളൻ ഗ്രെയിൻസ് വന്ന് പതിക്കുക എവിടെയാണ്? സ്റ്റിഗ്മ റീജിയനിലാണ്. സോ ദീസ് ആർ ദ 3 parts of a carpel. The ovules are found inside the ovary. The ovules are attached to the placenta. അപ്പോൾ ഈ ഓവറിയുടെ ഉൾഭാഗത്താണ് എന്ത് കാണപ്പെടുന്നത്? ഓവ്യൂൾസ് കാണപ്പെടുന്നത്. ഈ ഓവ്യൂൾസ് എവിടെയാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്? പ്ലാസെന്റ എന്ന് പറയുന്ന ഒരു കുഷ്യൻ ലൈക്ക് ഭാഗത്താണ് ഈ ഓവ്യൂൾസ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ചിത്രത്തിൽ ഓവറിക്കകത്ത് ഓവ്യൂൾസ് കാണിച്ചിട്ടുണ്ട്. ദ കാർപ്പൽസ് മേ ബി യുണൈറ്റഡ് ഓർ ഫ്രീ. അപ്പോൾ ഫ്ലവേഴ്സിലുള്ള കാർപ്പൽസ് ഒന്നുകിൽ ഫ്രീ ആയിരിക്കാം, അല്ലെങ്കിൽ അത് യുണൈറ്റ് ചെയ്തിരിക്കും. കാർപ്പൽസ് ഫ്യൂസ് ചെയ്തിരിക്കും. ഇഫ് ദ കാർപ്പൽസ് ആർ ഫ്രീ ഇൻ ഓവറി, ഇറ്റ് ഈസ് കോൾഡ് അപ്പോകാർപ്പസ്. അപ്പോൾ ഈ കാർപ്പൽസ് ഫ്രീ ആണെങ്കിൽ ഇതിനെ അപ്പോകാർപ്പസ് എന്നാണ് പറയുന്നത്. ദ അപ്പോകാർപ്പസ് ഓവറി ഈസ് ഫൗണ്ട് ഇൻ ലോട്ടസ്, റോസ് എക്സെട്ര. അപ്പോൾ റോസിലും അതുപോലെ തന്നെ താമരയിലും ഒക്കെ എന്ത് കാണാം? ഇത്തരത്തിലുള്ള അപ്പോകാർപ്പസ് ഓവറി കാണാം. In some flowers, the carpels are fused. It is called the syncarpus. അപ്പോൾ ചില ഫ്ലവേഴ്സിൽ ഈ കാർപ്പൽസ് ഫ്യൂസ് ചെയ്തിരിക്കും. ഇതിനെ സിൻകാർപ്പസ് എന്ന് പറയും. ഇനി ഫെർട്ടിലൈസേഷൻ നടന്നു കഴിഞ്ഞാൽ ഈ കാർപ്പലിന് എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കാം. ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ ദ ഓവ്യൂൾസ് ഡെവലപ്പ് ഇൻ ടു സീഡ്സ്. അപ്പോൾ ഫെർട്ടിലൈസേഷൻ നടന്നു കഴിഞ്ഞാൽ ഓവ്യൂൾ എന്തായിട്ട് മാറും? സീഡായിട്ട് മാറും. ആൻഡ് ദ ഓവറി ഡെവലപ്സ് ഇൻ ടു ഫ്രൂട്ട്. ഓവറി എന്തായിട്ടും മാറും? ഫ്രൂട്ടായിട്ടും മാറും. അവിടെ കാർപ്പലിലുള്ള ഓവ്യൂൾസ് സീഡായിട്ടും അതുപോലെ തന്നെ ഓവറി എന്തായിട്ടും മാറും? ഫ്രൂട്ടായിട്ടും മാറുന്നു. ഇനി അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് പ്ലാസന്റേഷൻ ആണ്. ദ അറേഞ്ച്മെന്റ് ഓഫ് ഓവ്യൂൾസ് ഓൺ ദ പ്ലാസെന്റ ഇൻസൈഡ് ദ ഓവറി ഈസ് കോൾഡ് പ്ലാസന്റേഷൻ. അപ്പോൾ ഓവറിക്കകത്ത് പ്ലാസെന്റയിൽ ഓവ്യൂൾസ് അറേഞ്ച് ചെയ്തിരിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? പ്ലാസന്റേഷൻ എന്ന് പറയുന്നത്.
The different types of placentation are axile placentation, marginal placentation, free central placentation, parietal placentation, and basal placentation. These are some placentation types. അപ്പോൾ നമുക്ക് ഓരോ ടൈപ്പ് പ്ലാസന്റേഷനെ കുറിച്ചും ഇനി നോക്കാം. ഫസ്റ്റ് ടൈപ്പ് ആണ് ആക്സൈൽ പ്ലാസന്റേഷൻ. ഇൻ ആക്സൈൽ പ്ലാസന്റേഷൻ ദ ഓവ്യൂൾസ് അറൈസ് ഓൺ സെൻട്രൽ ആക്സിസ് ഇൻ എ മൾട്ടിലോക്കുലാർ ഓവറി. അപ്പോൾ ഒരു മൾട്ടിലോക്കുലാർ ഓവറിയിലുള്ള സെൻട്രൽ ആക്സിസിൽ നിന്നാണ് ഓവ്യൂൾസ് ഒറിജിനേറ്റ് ചെയ്യുന്നതെങ്കിൽ ഇതിനെ ആക്സൈൽ പ്ലാസന്റേഷൻ എന്ന് പറയുന്നു. ഇതിനുള്ള ചില എക്സാമ്പിൾസ് ആണ് ചൈന റോസ്, ടൊമാറ്റോ, ലെമൺ തുടങ്ങിയവ. അപ്പോൾ ചെമ്പരത്തി, തക്കാളി, നാരങ്ങ, ഇതിലൊക്കെ നമുക്ക് എന്ത് കാണാം? ഇത്തരത്തിലുള്ള ആക്സൈൽ പ്ലാസന്റേഷൻ കാണാം. അപ്പോൾ ആക്സൈൽ പ്ലാസന്റേഷന്റെ ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓവറിക്ക് ഇവിടെ 3 ലോക്യൂൾസ് കാണാം. ഈ ഓവറിയുടെ സെൻട്രൽ ആക്സിസിൽ നിന്നും ഓവ്യൂൾസ് ഒറിജിനേറ്റ് ചെയ്യുന്നതും കാണാം. ഓവറിയുടെ ഒരു ക്രോസ് സെക്ഷൻ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ ടൈപ്പ് ആണ് ഫ്രീ സെൻട്രൽ പ്ലാസന്റേഷൻ. In this placentation, the ovules arise on central axis and septa are absent. അപ്പോൾ ഫ്രീ സെൻട്രൽ പ്ലാസന്റേഷനിലും എന്താണ്? സെൻട്രൽ ആക്സിസിൽ നിന്നാണ് ഓവ്യൂൾസ് അറൈസ് ചെയ്യുന്നത്, പക്ഷേ സെപ്റ്റ ആബ്സെന്റ് ആണ്. അപ്പോൾ ഇവിടെ ഫ്രീ സെൻട്രൽ പ്ലാസന്റേഷന്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്. ഇവിടെ സെപ്റ്റ ഇല്ല, ഓവറി സെപ്റ്റേറ്റഡ് അല്ല. നേരത്തെ ആക്സൈൽ പ്ലാസന്റേഷനിൽ എന്ത് കാണുന്നുണ്ട്? സെപ്റ്റ കാണുന്നുണ്ട്. ഇവിടെ സെൻട്രൽ ആക്സിസ് ഉണ്ട്. ഈ സെൻട്രൽ ആക്സിസിൽ നിന്ന് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു? ഓവ്യൂൾസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇത്തരത്തിലുള്ള ഒരു പ്ലാസന്റേഷൻ ആണ് ഫ്രീ സെൻട്രൽ പ്ലാസന്റേഷൻ. ദ എക്സാമ്പിൾസ് ആർ ഡയാന്തസ്, പ്രൈംറോസ് എക്സെട്ര. അപ്പോൾ ഡയാന്തസ് എന്ന് പറയുന്ന പ്ലാന്റിലും അതുപോലെ തന്നെ പ്രൈംറോസിലും ഒക്കെ എന്ത് കാണാം? ഇത്തരത്തിലുള്ള ഫ്രീ സെൻട്രൽ പ്ലാസന്റേഷൻ കാണാം. ഇനി നെക്സ്റ്റ് ടൈപ്പ് പ്ലാസന്റേഷൻ ആണ് parietal placentation. In parietal placentation, the ovules arise on the inner wall of the ovary or on peripheral part. അപ്പോൾ parietal പ്ലാസന്റേഷനിൽ ഓവറിയുടെ ഇന്നർ വാളിൽ നിന്നാണ് ഓവ്യൂൾസ് ഒറിജിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഈ ഓവറിയുടെ ഇന്നർ വാളിൽ നിന്ന് എന്താ ഒറിജിനേറ്റ് ചെയ്യുന്നു? ഓവ്യൂൾസ് ഒറിജിനേറ്റ് ചെയ്യുന്നു. The examples are mustard, archimon, etc. അപ്പോൾ മസ്റ്റാർഡ് പ്ലാന്റിലും അതുപോലെ തന്നെ ആർച്ചിമോൺ എന്ന് പറയുന്ന പ്ലാന്റിലും ഒക്കെ ഇത്തരത്തിലുള്ള parietal പ്ലാസന്റേഷൻ കാണാം. ഇനി അടുത്ത ടൈപ്പ് ആണ് മാർജിനൽ പ്ലാസന്റേഷൻ. ഇൻ മാർജിനൽ പ്ലാസന്റേഷൻ ദ ഓവ്യൂൾസ് അറൈസ് അറ്റ് ദ മാർജിൻ ഓഫ് ഓവറി. അപ്പോൾ മാർജിനൽ പ്ലാസന്റേഷനിൽ ഓവറിയുടെ മാർജിനിൽ നിന്നാണ് എന്താ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഓവ്യൂൾസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എൻ എക്സാമ്പിൾ ഈസ് പി. അപ്പോൾ പയറിൽ അതുപോലെ തന്നെ ബീൻസിൽ ഒക്കെ നമുക്ക് എന്ത് കാണാം? ഇത്തരത്തിലുള്ള മാർജിനൽ പ്ലാസന്റേഷൻ കാണാം. അപ്പോൾ ഈ ചിത്രത്തിൽ നോക്കിയാൽ നമുക്ക് കാണാം ഓവറിയുടെ മാർജിനിൽ നിന്നാണ് എന്താ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഓവ്യൂൾസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി ലാസ്റ്റ് ടൈപ്പ് ഓഫ് പ്ലാസന്റേഷൻ ആണ് ബേസൽ പ്ലാസന്റേഷൻ. In basal placentation, a single ovule arise at the base of ovary. അപ്പോൾ ബേസൽ പ്ലാസന്റേഷനിൽ ഓവറിയുടെ ബേസിൽ നിന്നും ഒരു ഒറ്റ ഓവ്യൂള് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ദ എക്സാമ്പിൾസ് ആർ സൺഫ്ലവർ, മേരിഗോൾഡ് എക്സെട്ര. അപ്പോൾ സൺഫ്ലവറിലും അതുപോലെ തന്നെ മേരിഗോൾഡിലും ഒക്കെ നമുക്ക് എന്ത് കാണാം? ഇത്തരത്തിലുള്ള ബേസൽ പ്ലാസന്റേഷൻ കാണാം. അപ്പോൾ ബേസൽ പ്ലാസന്റേഷന്റെ ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓവറിയുടെ ബേസിൽ നിന്ന് ഒരു ഓവ്യൂള് ഒറിജിനേറ്റ് ചെയ്യുന്നു. ഇതാണ് ബേസൽ പ്ലാസന്റേഷൻ. So these are the different types of placentations. അപ്പോൾ നമ്മൾ ആക്സൈൽ പ്ലാസന്റേഷൻ, ഫ്രീ സെൻട്രൽ പ്ലാസന്റേഷൻ, parietal പ്ലാസന്റേഷൻ, മാർജിനൽ പ്ലാസന്റേഷൻ, അതുപോലെ തന്നെ ബേസൽ പ്ലാസന്റേഷൻ എന്നിവയെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് വിവിധ തരത്തിലുള്ള പ്ലാസന്റേഷനെ കുറിച്ച് പഠിക്കാനുള്ളത്. സോ ദിസ് ഈസ് അബൌട്ട് ഗൈനീഷ്യം. അപ്പോൾ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.